Hi everyone, welcome back to my channel. ഇന്നത്തെ റെസിപ്പി ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. അതിനായിട്ട് ഇവിടെ ഞാൻ 3 സവാള, 2 തക്കാളി, പിന്നെ ചതയ്ക്കാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തൊണ്ടൻമുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ നമ്മളെ സവാളയും തക്കാളിയൊക്കെ നല്ല കനം കുറച്ചാണ് അരിഞ്ഞെടുത്തത്. പിന്നെ ഞാൻ കുക്കറിലാണ് ഇത് വെക്കുന്നത്. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവറും യൂസ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു 2 വറ്റൽമുളകും കൂടി കീറിയിട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. അങ്ങനെ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 മീഡിയം സവാള, നിങ്ങൾക്ക് വലിയ സവാള ആണെങ്കിൽ വലിയ സവാള 2 എണ്ണം ഇട്ടാൽ മതിയാകും. 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വാടണ്ട, വഴണ്ടി വരണ്ട, ഒന്നും ചെയ്യണ്ട. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മാത്രം മതി. ഇതിലേക്ക് അടുത്തതായി ഞാൻ ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ഒരു 2 മീഡിയം തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം മതിയാകും. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികളാണ് ചേർക്കാനുള്ളത്. ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല. ഇത്രയും പൊടികളും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കാരണം ഉള്ളിയിലും വെള്ളമുണ്ട്, അതുകൊണ്ട് ഈ അളവിൽ നിന്നും കൂടുതൽ വെള്ളം നിങ്ങൾ ആഡ് ചെയ്യരുത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം ഒരു 5 മുതൽ 6 വിസിൽ വരെ കേട്ടതിന് ശേഷം ഫുള്ളായിട്ട് എയർ പോയിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം, നമ്മൾ വഴറ്റി സമയം കളയണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ വാടി നല്ല അടിപൊളി പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത് നമ്മുടെ മുട്ട റോസ്റ്റ് ആണല്ലോ, അടുത്ത് മുട്ടയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഞാനത് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾ ഇതിലെനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല, പാകത്തിനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ വെള്ളം വറ്റി കിട്ടും. അങ്ങനെ ഞാനിവിടെ ഒരു 5 മുട്ടയ്ക്കുള്ള അളവാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ. നമുക്ക് വഴറ്റി സമയം കളയണ്ട. കുക്കറിൽ 5 തൊട്ട് 6 വിസിൽ വരെ ഒന്ന് കേട്ടാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.